ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ വിവാദമായ സമാധി പൊളിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ കളക്ടർ അടക്കമുള്ള സംഘം എത്തിയായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധി ഇരുത്തിയ കല്ലറ തുറക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം വിന്യസിച്ചിരുന്നു. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സംഘത്തെ വിന്യസിച്ചിരുന്നത്. കല്ലറയ്ക്ക് ചുറ്റും ടാർപോളിൻ കൊണ്ട് മറച്ചിരുന്നു. കൂടാതെ സമാധി സ്ഥലത്തേക്കുള്ള പ്രവേശനവും നിരോധിച്ചിരുന്നു. ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. വൻ സുരക്ഷാ വലയത്തിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത മൃതദേഹം ഗോപൻ സ്വാമിയുടേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പത്മാസനത്തിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. നെഞ്ചുവരെ കർപ്പൂരം, ഭസ്മവും പൂജാവസ്തുക്കളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 3 തലങ്ങളിലുള്ള പരിശോധനയാവും പോസ്റ്റ്മോർട്ടത്തിൽ നടത്തുക. വിഷം ഉള്ളിൽ ചെന്നിട്ടാണോ എന്നും പരിക്കേറ്റിട്ടാണോ എന്നും അതോ സ്വാഭാവിക മരണമാണോ എന്നുമാകും പരിശോധിക്കുക. വിഷാംശം കണ്ടെത്താനായി ആന്തരിക അവയവങ്ങളുടെ പരിശോധനയും നടത്തും. ഇവയുടെ പരിശോധനാ റിപ്പോർട്ട് വരാൻ ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. റേഡിയോളജി, എക്സ്റേ എന്നിവയാണ് പരിക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ നടത്തുന്ന പരിശോധന. ഇതിന്റെ ഫലമാണ് ഇന്നറിയാൻ സാധിക്കുക. ഗോപൻ സ്വാമിയുടെ രോഗാവസ്ഥ അടക്കമുള്ള പല സാഹചര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാകും സ്വാഭാവിക മരണമാണോ എന്ന് വിലയിരുത്തുക. കൂടാതെ DNA പരിശോധനയും നടത്തും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മൃതദേഹം അഴുകിയ നിലയിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സംഭവ സ്ഥലത്ത് വച്ച് തന്നെ നടത്താമെന്നായിരുന്നു തീരുമാനം. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സർജൻ അടക്കമുള്ള സംഘങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ മൃതദേഹം അധികം അഴുകാത്തതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നു. തുടർന്ന് ഫോറൻസിക് സംഘം മടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച DYSP അടക്കമുള്ള സംഘം സ്ഥലത്തെത്തി കല്ലറ പൊളിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സംഘർഷാവസ്ഥയെ തുടർന്ന് അത് ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് കല്ലറ പൊളിക്കരുതെന്ന് കാട്ടി കുടുംബം ഹർജി നൽകിയിരുന്നു. എന്നാൽ ആ ഹർജി കോടതി അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷം കല്ലറ പൊളിക്കുവാനുള്ള ഉത്തരവ് നൽകുകയായിരുന്നു. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതുകൊണ്ട് ഇത് അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നായിരുന്നു കോടതി പറഞ്ഞത്. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും കോടതി അറിയിച്ചു.